നിങ്ങളൊരു ബാച്ചിലേഴ്സ് ആണോ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടോ എന്നാ പിടിച്ചോ ഈ ചിക്കൻ കറി റെസിപ്പി. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയെന്നോ ചിക്കൻ വരട്ടിയതോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ നമ്മുടെ ഒരു കുക്കറിൽ ചിക്കൻ കഴുകി ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട ശേഷം കുറച്ച് സവാള നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ റെസിപ്പി പൂർണ്ണമായും എൻ്റെ നാത്തൂൻ്റെ റെസിപ്പിയാണ്. അവൾ അടിപൊളി ഒരു ചിക്കൻ കറി വയ്ക്കും. അവളുടെ പല റെസിപ്പീസിൽ ഒരു സിമ്പിൾ റെസിപ്പിയാണത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്കിപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എല്ലാം എടുക്കാൻ ഒരുപാട് സമയം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ വേവുന്ന ഒരു വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പം അതിട്ട് നമ്മുടെ ആവശ്യാനുസരണം ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇത്രയും സംഭവം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. വഴണ്ടി വന്ന ശേഷം നമുക്ക് ഈ വഴണ്ടിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, പൊടി വിസിൽ വന്നിട്ടുള്ള ചിക്കനാണത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ഗ്രേവിയിൽ എടുക്കാവുന്നതാണ്. കാരണം ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ മാക്സിമം അത്രയും മതി കറി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വെള്ളം കുറയുന്നതനുസരിച്ചിട്ടുള്ള ടൈം വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ സാമ്പാറിലുണ്ട് ഇതൊരു വരട്ടിയ പരിപാടി എടുത്തത്. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം. ബൈ ബൈ.